അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിൻ്റെ മഹത്വമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ വന്നു. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് 10 പ്രതിഫലം ലഭിച്ചു. മറ്റൊരാൾ വന്നപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അദ്ദേഹത്തിന് 20 പ്രതിഫലം ലഭിച്ചു എന്ന്. പിന്നൊരാൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന്. ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് 30 പ്രതിഫലമാണ് ലഭിച്ചത് എന്ന്. അപ്പോൾ സലാം പറയുമ്പോൾ അത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന ബോധം ഉണ്ടാവുകയും പരമാവധി ഫഇദാ ഹുയീതും ബിതഹിയ്യത്തിൻ എന്ന് പറഞ്ഞതുപോലെ നാം അഭിവാദ്യം അർപ്പിക്കുമ്പോൾ പരമാവധി നന്നാക്കി പറയുവാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുകയും തിരിച്ചു പറയുന്നവർ വബറകാതുഹു എന്ന് പറയുകയും ആ രൂപത്തിൽ നന്നാക്കി പറയുവാനുള്ള ഒരു മര്യാദ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഇതൊരു പ്രാർത്ഥനയാണ് എന്ന മനോഭാവത്തോടു കൂടി തന്നെ നാം സലാം പറയൽ പ്രചരിപ്പിക്കുക. അഫ്ശുസ് സലാമ ബൈനക്കും, സലാം പ്രചരിപ്പിക്കണം. പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവരിലേക്കും സലാം പറയേണ്ടതുണ്ട്. മാത്രമല്ല, സലാം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ലാഭങ്ങളുണ്ട്. നാം ഒരാളുടെ സലാം പറയുന്നു, അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് കൈ കൊടുത്താൽ അവർ ആ കൈ പിൻവലിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈ പിൻവലിച്ചിരുന്നില്ല എന്നാണ്. കാരണം അത്രയും നേരം മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ആ രൂപത്തിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് സലാം പറയലും പരസ്പരം ഹസ്തദാനം ചെയ്യലും എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.